ഇന്ന് മെയ് 7 ഗോൾഡിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 അവറിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്വിംഗ് സ്ട്രക്ചർ മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഈ ഒരു ഹൈ എന്ന് പറയുന്നത് സ്ട്രോങ് സ്വിംഗ് ഹൈയും 4 അവറിൻ്റെ, ഈ ഒരു ലോ എന്ന് പറയുന്നത് 4 അവറിൻ്റെ വീക്ക് സ്വിംഗ് ലോയുമാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം അവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടായിരിക്കും. പുൾ ബാക്ക് ഫേസിൽ നമുക്ക് 4 അവറിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ കുറേ ഇൻറ്റേർണൽ ട്രെൻഡ്സ് കാണാം. ഈ ഇൻറ്റേർണൽ ട്രെൻഡ്സ് പുൾ ബാക്ക് ഫേസിൽ നമുക്ക് ഇൻറ്റേർണൽ ട്രെൻഡ്സ് കിട്ടിയിട്ടുള്ളത് അപ് ട്രെൻഡിലേക്കാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇന്റേണൽ സ്ട്രക്ചർ താഴോട്ട് കിട്ടി. അപ്പോൾ ഇനി ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിന് ശേഷം നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു പുൾ ബാക്ക് ഫേസ് ആണ്. അതിനുശേഷം പ്രൈസ് ഈ ഒരു പോയിന്റിൽ നമ്മുടെ പ്രീമിയം സോണിൽ എത്തി. ഇതിനുശേഷം നമുക്ക് 4 അവറിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രോബബിലിറ്റി നമുക്ക് കൺഫർമേഷൻ കിട്ടി ഈ ഒരു ഇന്റേണൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴോട്ട് വന്ന് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ 15 മിനിറ്റ്സിൽ നോക്കുമ്പോൾ 15 മിനിറ്റ്സിൻ്റെ സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്ക് വന്നത് ഈ ഒരു പോയിന്റിലാണ്. അതിനുശേഷം പ്രൈസ് നന്നായിട്ട് റീട്രേസ്മെന്റ് ഒന്നും ഇല്ലാതെ മുകളിലേക്കാണ് പോയത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അതിനുശേഷം പ്രൈസ് റീട്രേസ് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് എത്തി. ഇവിടെ നമുക്ക് 3 മിനിറ്റ്സിൽ കൺഫർമേഷൻ എൻട്രി കിട്ടാത്ത കാരണം നമ്മൾ സെൽ എൻട്രി എടുത്തില്ല. അതിനുശേഷം ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ സെഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് 15 മിനിറ്റ്സിൽ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അതിനുശേഷം പ്രൈസ് റീട്രേസ് ചെയ്ത് ഇതാണ് ഫ്രാക്ടൽ ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം പ്രൈസ് റീട്രേസ് ചെയ്തു. പിന്നെ 3 മിനിറ്റ്സിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം ഈ ഒരു ഡിമാൻഡ് സോണിൽ ഞാൻ എൻട്രി വെച്ചു. 3 മിനിറ്റ്സിൻ്റെ ഡിമാൻഡ് സോണിൽ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും 15 മിനിറ്റ്സിൻ്റെ ഈ ഒരു സ്വിംഗ് ഹൈൻ്റെ മേലെയായിട്ട് ടേക്ക് പ്രോഫിറ്റും വെച്ചു. അപ്പോൾ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ഈ ഒരു സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്ക് നടത്തി. ഇനി ഇതിൽ നമുക്ക് 4 അവറിൽ ക്ലിയർ ആയിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നമുക്ക് 15 മിനിറ്റ്സിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴോട്ട് നമുക്ക് സെൽ എൻട്രീസ് എടുക്കാം. അതല്ല ഇനി ഈ ഒരു 4 അവറിൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15 മിനിറ്റ്സിൻ്റെ സ്വിംഗ് സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്തിട്ട് ബൈ എൻട്രീസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്.